ആധുനിക സൗകര്യ സംവിധാനത്തോടെ നീന്തൽക്കുളം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മൊഗ്രാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് സിദ്ദിഖ് റഹ്മാൻ നീന്തൽ വിദഗ്ധൻ MS മുഹമ്മദ് കുഞ്ഞിയുടെ ഈ വർഷത്തെ നീന്തൽ പരിശീലന സമാപന ചടങ്ങിലാണ് സിദ്ദിഖ് റഹ്മാൻ ആവശ്യമുന്നയിച്ചത്. City Gold and Diamonds, Kerala and Karnataka, the glow of purity. മൊഗ്രാലിലെ നീന്തൽ വിദഗ്ധൻ MS മുഹമ്മദ് കുഞ്ഞിയുടെ ഈ വർഷത്തെ നീന്തൽ പരിശീലനം സമാപിച്ചു. 150-ലേറെ കുട്ടികളാണ് 2 മാസം കൊണ്ട് പരിശീലനം നേടിയത്. ഇതിൽ പകുതിയും കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളായിരുന്നു. മൊഗ്രാൽ ദേശീയവേദിയുടെ സജീവ പ്രവർത്തകനും ഇശൽ ഗ്രാമത്തിന്റെ കലാകാരനുമായ നീന്തൽ പരിശീലകൻ മുഹമ്മദ് കുഞ്ഞിയുടെ ഈ സൗജന്യ സേവനം 3 പതിറ്റാണ്ടിലേറെയായി തുടരുകയാണ്. ഇതിനോടകം 3500 കുട്ടികളെയാണ് MS മുഹമ്മദ് കുഞ്ഞി നീന്തൽ പഠിപ്പിച്ചത്. ഇതിൽ പകുതിയോളം കുട്ടികളും കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. കേരളത്തിൽ മുങ്ങിമരണങ്ങൾ ഏറി വരുന്ന സാഹചര്യത്തിൽ മുഹമ്മദ് കുഞ്ഞിയുടെ നീന്തൽ പരിശീലനത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് മൊഗ്രാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് സിദ്ദിഖ് റഹ്മാൻ പറഞ്ഞു. ഈ വർഷത്തെ നീന്തൽ പരിശീലന സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഹമ്മദ് കുഞ്ഞിക്ക് തുടർന്നും പരിശീലനം നൽകാൻ മൊഗ്രാലിൽ സംസ്ഥാന കായിക വകുപ്പും ത്രിതല പഞ്ചായത്തും കൈകോർത്ത് ആധുനിക സൗകര്യ സംവിധാനത്തോടെയുള്ള നീന്തൽക്കുളം പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്ന് സിദ്ദിഖ് റഹ്മാൻ ആവശ്യപ്പെട്ടു. മൊഗ്രാൽ സ്കൂളിലെ 2000-ഓളം കുട്ടികൾക്ക് ഇതിനകം മുഹമ്മദ് കുഞ്ഞിയിലൂടെ നീന്തൽ പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നും സിദ്ദിഖ് റഹ്മാൻ പറഞ്ഞു. ചടങ്ങിൽ കാസർഗോഡ് ദാറുൽ ഹിക്മ മദ്രസ അധ്യാപകൻ വസീം, ദേശീയവേദി ഗൾഫ് പ്രതിനിധി MGA റഹ്മാൻ, രക്ഷിതാക്കളായ അബ്ദുൾ സത്താർ നായിക്കാപ്പ്, അൻസാർ പെർവാട്, ഖാലിദ് മാട്ടംകുഴി, ഷെരീഫ് നായിക്കാപ്പ്, മൊഗ്രാൽ സ്പോർട്സ് ക്ലബ്ബ് മുൻ ക്യാപ്റ്റൻ HA ഖാലിദ്, സിറ്റിസൺ സ്പോർട്സ് ക്ലബ്ബ് ഗൾഫ് പ്രതിനിധി ഷിഹാബ് കടവത്ത്, DYFI പ്രവർത്തകൻ BK സത്താർ, മൊഗ്രാൽ ദേശീയവേദി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഖാദർ മൊഗ്രാൽ, മുഹമ്മദ് അബ്കോ, MA മൂസ തുടങ്ങിയവർ സംബന്ധിച്ചു. MS മുഹമ്മദ് കുഞ്ഞി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.